ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻസൺ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡിലൻ സോംബി സീരീസിനെ കുറിച്ചാണ്. സീരീസ് എന്ന് പറഞ്ഞാൽ ആനിമയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇത് നോർമലി കാണുന്ന നമ്മൾ സോംബി സീരീസോ അങ്ങനത്തെ ഒരു സോംബി മൂവിയോ സോംബി സ്റ്റോറി ഒന്നുമല്ല. ഈ സോംബി അപ്പോക്കലിപ്സ് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റിനെ കാണിക്കുന്നത്. അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഈ ആനിമേൻ്റെ പേരെന്ന് പറഞ്ഞാൽ സോം 100 ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ദി ഡെഡ്. എൻ്റെ പോലെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര നൈസായിട്ട് തോന്നി, ഭയങ്കര കിടലായിട്ട് തോന്നി. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർക്കർ ഉണ്ടാവും. അപ്പോൾ ഒരു സാധാ പണിയെടുക്കുന്ന ചങ്ങായിക്ക് പുതിയതായിട്ടൊരു പണി കിട്ടുന്നതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സും, അവിടെ കിടിലൻ പ്ലേസ് അങ്ങനെ ഭയങ്കര കട്ട ഫീലായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ചടക്കുകയാണ്. കാരണം അവൻ മനസ്സിലാക്കണത് ഇവിടെ എന്ന് പറഞ്ഞാൽ വർക്ക് വീണ്ടും വർക്ക് വീണ്ടും വർക്ക് അങ്ങനെ വർക്ക് തന്നെ സ്ഥിരം തന്നെ. ഇപ്പോൾ വേറെ ഒന്നുമില്ല എൻ്റെ മൈൻഡിൽ തന്നെ ആയിപ്പോയി. പിന്നെ അവിടെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കിടിലൻ ചിക്കുണ്ട്. പക്ഷേ ആ ചിക്കാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് പോവാണ്. സോ അവൻ കംപ്ലീറ്റ്ലി ബ്രോക്കണായിട്ട് നിൽക്കുകയാണ്. ഇവന് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ സോംബീസ് ഉണ്ടാകുന്നത്. കുറേ എന്തോ വൈറസ് എന്തോ വന്നതാണ്. അതൊന്നും ഇതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. സോ ഈ സോംബീസ് വരലും കംപ്ലീറ്റ് അറ്റാക്കിങ് വരികയാണ്, ഭയങ്കര സീനായിട്ട് വരികയാണ്. പക്ഷേ ഇവ ഓടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടണമായിരുന്നു. പിന്നെയാണ് ഇവർ മനസ്സിലാവുക, ശരിയാണല്ലോ പണിക്ക് പോകണ്ട, ഒന്നും ചെയ്യണ്ട, ആരും പിടിച്ചേക്കാനില്ല, ആരും ഇതില്ല. അങ്ങനെ ഭയങ്കര പിന്നെ അവൻ്റെ ആ ഒരു ഇമോഷൻ മാറിടും. ഭയങ്കര ഹാപ്പിയും ഭയങ്കര ചില്ലും. ഭയങ്കര സോംബീസിനെ എടുത്ത് പോകും. പിന്നെ സോംബീസിനെ അവിടെ ചാടി മറിഞ്ഞ് പിന്നെ ഇവരാണ് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം, ബീറടിക്കുക, അങ്ങനെ ഫുള്ള് ചിൽ ലൈഫ്. അവൻ്റെ കംപ്ലീറ്റ് ലൈഫ് മാറുകയാണ്. പിന്നെ ഈ സോം 100 എന്ന് പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നു സോം എന്ന് പറയുന്നത് സോംബീസിനായിരിക്കും. പിന്നെ ഈ 100 എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ലിസ്റ്റാണ്. ഇതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, ഒരു നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒത്തിരി ലിസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഇത് അച്ചീവ് ചെയ്യുന്ന കുറേ ഭാഗങ്ങളാണ് നമുക്ക് കാണുന്നത്. കാരണം ഇതുവരെ ഞാൻ കണ്ടതിൽ ആകെ കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുള്ളൂ. ഇത് മുഴുവനായിട്ടില്ല. സീസൺ 1 തന്നെ 11 എണ്ണം ഉണ്ട്. അതിൽ 10 എണ്ണേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുവരെ എനിക്ക് ഭയങ്കര നൈസായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു ഈ പറഞ്ഞൊരു ഭാഗമല്ലേ കാണുമ്പോൾ ഭയങ്കര കിട്ടലും ഫീലാണ്. പിന്നെ അങ്ങോട്ട് ഇവന് ഫ്രണ്ട്സിനെ കിട്ടും, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ആ ഒരു ഭാഗം ഫസ്റ്റത്തെ ആ ഒരു ഫീൽ നമുക്ക് തന്നില്ലെങ്കിലും രസമുണ്ട്, നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സോം 100 ബക്കറ്റ് ലിസ്റ്റിൻ്റെ വേറൊരു സാധനമുണ്ട്, മൂവി ഉണ്ട്, ലൈവ് ആക്ഷനാണ്. ഭയങ്കര ബോറാണ് സത്യം പറയാനുള്ളൂ. എനിക്ക് ആനിമെ കണ്ടിട്ട് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ആനിമേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ റഷായിട്ട് ഫുള്ള് കളർഫുള്ള് ഭയങ്കര രസം, എന്തോ ഒരു കിട്ടിയില്ല ഫീല്. അതിൻ്റെ ആനിമേഷനൊക്കെ നൈസ് സാധനം, ഭയങ്കര രസമുണ്ട്. പക്ഷേ ഈ മൂവിക്ക് ഉണ്ടല്ലോ ആ ഒരു ഫീൽ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. സോ മൂവി നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കുക. മാക്സിമം നിങ്ങൾ ആനിമേറ്റഡ് സാധനം കാണാൻ. ഏറിപ്പോയ ഒരു അരമണിക്കൂർ. സോ അരമണിക്കൂർ ഇൻറ്റു 11 എപ്പിസോഡ് കൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കൂട്ടി വെക്കുക. കുറച്ചല്ലേ ഉള്ളൂ, ഒരു 5.5 മണിക്കൂർ ആ റേഞ്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല രസമാണ്. കാരണം ഒരു വ്യത്യസ്ത തീമാണ്, അതാണ് മെയിൻ കാര്യം. ഒരു ഡിഫറെൻറ്റ് സംഭവമാണ്. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നൈസായിട്ട് ചില്ലായി കാണാം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സാധനം കണ്ടോക്ക് അതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഈ സീരീസ് ഒന്ന് കണ്ടോ കിട്ടോ പറ്റുമെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് കാണാം.